ഹായ് കിഡീസ് മലയാളം വേൾഡ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മലയാള സ്വരാക്ഷരം ഈ ഓരോ സ്റ്റെപ്പ് ഫോളോ ചെയ്തിട്ട് എഴുതാൻ പഠിച്ചു. ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കൊക്കെ അത് മാറിയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഈ എന്നുള്ള സ്വരാക്ഷരം എങ്ങനെ എളുപ്പത്തിൽ എഴുതാന്ന്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ എങ്ങനെ പഠിച്ചു ഓർക്കുന്നുണ്ടോ? നമുക്ക് നോക്കാം. ഈ എഴുതിയത് ആദ്യം എന്തോ ചെയ്തു നമ്മള്? ചെറിയൊരു സർക്കിള് കൊടുത്തു അല്ലേ? ആദ്യം എന്തോ ചെയ്തു? ചെറിയൊരു സർക്കിള്. എന്നിട്ട് എന്തോ ചെയ്തു? രണ്ടാമത് ആ സർക്കിള് നമ്മള് അതുപോലെ എടുത്തെഴുതി അല്ലേ? എന്നിട്ട് എന്തോ ചെയ്തു? അതാ സർക്കിൾ ഇങ്ങനെ കറങ്ങി നമ്മൾ എന്തോ ചെയ്തു? ഒരു റാ എഴുതി അല്ലേ? മൂന്നാമത് എന്തോ ചെയ്തു? അത് അതുപോലെ തന്നെ നമ്മൾ എടുത്തെഴുതി. പിന്നീട് എന്തോ ചെയ്തു? അതിനോട് ചേർന്ന് നമ്മളൊരു റാ എഴുതി കൊടുത്തു. ഓർക്കുന്നുണ്ടോ? പിന്നീട് എന്തോ ചെയ്തു? അത് അതുപോലെ തന്നെ എടുത്തെഴുതി. ഇവിടെ നിന്ന് നോക്കിയേ, മുമ്പിലോട്ട് ഫ്രണ്ടിലോട്ട് നീട്ടി വരച്ചു അല്ലേ? എന്നിട്ടോ ഇത് വീണ്ടും നമ്മൾ എന്തോ ചെയ്തു? അതുപോലെ എടുത്തെഴുതുക. എന്നിട്ട് ഇവിടുന്ന് നോക്കിയേ, ഇവിടുന്ന് പിറകോട്ട് വരക്കുക. എന്തുവായി? ഈ സ്വരാക്ഷരം. നമുക്ക് എന്തോ ഇന്ന് പഠിക്കേണ്ടത്? ഈ. അപ്പം ഈന്റെ കൂടെ നമുക്കൊരു ഇത് വേണം. എന്താ? ഈന്ന് പറയുന്നില്ലേ? ഈന്നല്ലേ പറയുന്നത്. മറ്റേത് ഏതാ നമ്മൾ ആദ്യം പഠിച്ചത്? ഈ. അവിടെ നിൽക്കുന്നുള്ളൂ ഈ. ഇതെന്താ നമ്മള് ഈന്ന് പറയുന്നുണ്ട് അല്ലെ? നീട്ടി പറയുന്നുണ്ട്. എങ്ങനെ പറയുന്നേ? ഈ പറയുന്നു. അപ്പൊ അതിന് കൂടെ ഒരു ഈക്കാരം ഉണ്ട്. അതെങ്ങനെ ഇടുന്നേ? എന്നാലേ നമുക്ക് ഈന്ന് പറയാൻ പറ്റൂ. അതിന്റെ കൂടെ ഒരു ഈക്കാരം ഇടുന്നുണ്ട്. എങ്ങനെയാ വെച്ചാൽ നമ്മൾ നായ എഴുതിയത് ഓർക്കുന്നുണ്ടോ? അതുപോലെ എഴുതി താഴത്തോട്ട് ഇതാ ഇങ്ങനെ എഴുതുക. എന്തുവായി? ഈ സ്വരാക്ഷരം. ഈ കാരം കൂടി വേണം. ഇത് ഈ. ഇതിന്റെ കൂടെ ഈ കാരം കൂടി ഇട്ടാല് സ്വരാക്ഷരം ഈ ആയി. ഓക്കെ. ഇതെങ്ങനെ എഴുതും? നമ്മൾ നാ പഠിച്ചില്ല എങ്ങനാ? എന്നിട്ട് നാ എഴുതി അത് താഴത്തോട്ട് എഴുതുക. ഓക്കെ. ഓർക്കുന്നുണ്ടോ? എന്തോ ആയി? ഈ. ഒന്നും കൂടിയും പറഞ്ഞു തരാം. ആദ്യം നമ്മൾ എന്തോ ചെയ്തു? ഈ എഴുതിയത് ചെറിയൊരു സർക്കിൾ ഇട്ട് കൊടുത്തു, വട്ടം. രണ്ടാമത് എന്തോ ചെയ്തു? അത് അതുപോലെ എഴുതി. അത് കറങ്ങി എന്തോ ചെയ്തു? റാ എഴുതി. പിന്നീടോ ഇത് അതുപോലെ നമ്മൾ എടുത്തെഴുതി. അതിനോട് ചേർന്ന് വീണ്ടും ഒരു റാ. ഓക്കെ ആണോ? ഓക്കെ. പിന്നീട് അത് നമ്മൾ എന്തോ ചെയ്തു? അതുപോലെ എടുത്തെഴുതി. ഇവിടെ നിന്ന് നോക്കിയേ, ഫ്രണ്ടിലോട്ട് നീട്ടി വരച്ചു അല്ലേ? എന്നിട്ട് അതും അതുപോലെ എങ്ങനെ എഴുതുക? എടുത്തെഴുതുക. എളുപ്പം മനസ്സിലാവാനാ? ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് മനസ്സിലായി. സ്വരാക്ഷരം തറുവായാലേ ബാക്കി പഠിച്ചാലേ നമുക്ക് പറ്റത്തുള്ളൂ കൂട്ടി എഴുതാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇവിടുന്ന് അത് അതുപോലെ എടുത്തെഴുതി. വീണ്ടും എന്തോ ചെയ്തു? ഇവിടുന്ന് നോക്കിയേ, ഇങ്ങനെ പിറകോട്ട് എഴുതി അല്ലേ? ഈ ആയി. നമുക്ക് ഇതും കൂടി വേണ്ടേ? ഈ വായിക്ക. ഈ കാരം. അതെങ്ങനെ എഴുതി നമ്മള്? ഇങ്ങനെ നാ എഴുതിയിട്ട് അതിനോട് ചേർന്നിതാ ഇങ്ങനെ നീട്ടി താഴത്തോട്ട്. എന്തോ ആയി? ഈ സ്വരാക്ഷരം. മനസ്സിലായി എഴുതാൻ വേണ്ടിയിട്ട് എങ്ങനെ എഴുതും? ഈ സ്വരാക്ഷരം കൈ എടുക്കാതെ എങ്ങനെ എഴുതാം നമുക്ക്? നോക്കിയട്ടെ. ഇങ്ങനെ എഴുതി, ഇവിടുന്ന് ഇങ്ങനെ എഴുതി അതിനോട് ഈ കാരിട്ട് കൊടുക്കുക. എന്തുവായി? സ്വരാക്ഷരം ഈ. മനസ്സിലായോ? വീട്ടിൽ നിന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ.